ഇന്ന് ഗൂഗിൾ 6 മാസം പൂർത്തിയായി. കൃത്യം 6 മാസം മുമ്പാണ് ഇതേപോലെ ഒരു വൈകുന്നേരത്ത്, ഇതേപോലെ എന്ന് പറയുമ്പോൾ ഒരു 3 മണിക്ക് അവൻ ജനിക്കുന്നത്. സിസേറിയൻ ആയിരുന്നു. സിസേറിയൻ ചെയ്ത് സ്റ്റിച്ച് ഇടുന്നതിന് മുമ്പ് ഡോക്ടർ പറഞ്ഞു കുട്ടിക്ക് ശ്വാസമുട്ടുണ്ട്, അതുകൊണ്ട് NICയിലോട്ട് മാറ്റുകയാണെന്ന്. പിന്നെ 10 ദിവസം NIC ഡേയ്സ് എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാത്ത സിറ്റുവേഷൻ. എല്ലാ ദിവസവും രാവിലെ NICയുടെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കും, ഡോക്ടർ വരുന്നതിന് കാത്ത്. ഡോക്ടർ വരും, സിറ്റുവേഷൻ വേസ്റ്റ് അല്ല, പക്ഷേ അതേപോലെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്, കുറയുന്നില്ല എന്ന് പറയും. ഓരോ ദിവസം വലിയ പ്രതീക്ഷയോടെയാണ് ചെന്ന് നിൽക്കുന്നത്. കൃത്യം 10ാമത്തെ ദിവസമാണ് അവന് ഫീഡ് ചെയ്യാൻ പറ്റുന്നത്. ഒരു വല്ലാത്ത കണ്ണീരിൻ്റെ ദിനങ്ങളായിരുന്നു. അതെല്ലാം സർവൈവ് ചെയ്തു. അത് കഴിഞ്ഞ് മോൻ ജനിച്ചൊരു 2 മാസമാകുമ്പോഴാണ് എൻ്റെ കാലിന് ഈ പ്രശ്നം പറ്റുന്നതും ഞാൻ നടക്കാൻ പറ്റാത്ത രീതിയിലാവുന്നതും. കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു 2 മാസം ഞങ്ങൾ കഷ്ടിച്ച് ഒരുമിച്ചുണ്ടായിരുന്നു എന്ന് വെച്ചാൽ എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്, ഫീഡ് ചെയ്യുന്നത് ഒക്കെ. ഒരു 2 മാസം കഴിഞ്ഞ് കാലിങ്ങനെ ആയത് പിന്നെ ഇടയ്ക്കെടുക്കും എന്നല്ലാണ്ട് എന്താ പറയുക, ഞങ്ങൾക്ക് ഒരുമിച്ചൊരു ജേണി ഇല്ലായിരുന്നു. എങ്കിലും ഒരു കുറച്ച് ഈ റെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാം ഓക്കെ ആവുമെന്നും വീണ്ടും ഞങ്ങൾ ഒരുമിച്ചൊരു ജേണി സ്റ്റാർട്ട് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇന്ന് അവന് കോംപ്ലിമെൻ്ററി ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ചടങ്ങായിട്ടൊന്നുമല്ല, ഒരു ചെറിയ ചോറ് കൊടുക്കൽ പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊക്കെയല്ലേ ലൈഫിലെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ. വളരെ ചെറിയൊരു പരിപാടി, ആഡംബരങ്ങളിലൊന്നുമില്ലാതെ ഒരു ചെറിയ ഊണ്. വീട്ടിൽ പുറത്തൊന്നും ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവനെ ഞങ്ങളൊരു കസവും മുണ്ടൊക്കെ ഉടുപ്പിച്ച് സെറ്റാക്കി കുട്ടപ്പനാക്കി നമ്മൾ ലൈഫിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മൊമെൻറ്റ്സ് മെമ്മറബിൾ ആക്കുന്നതിലാണ് നമ്മൾ സന്തോഷം ലൈഫിൽ തിരിഞ്ഞ് നോക്കുമ്പോൾ, അല്ലേ? അതുകൊണ്ട് ഞങ്ങളതങ്ങ് ചെയ്തു. അങ്ങനെ അവന് മുണ്ടൊക്കെ ഉടുപ്പിച്ചു. അവർ ദിവസം സ്കൂളിൽ പോയി കയറുന്നതുകൊണ്ട് ഞങ്ങൾ വൈകിട്ടാണ് ചോറ് കൊടുത്തത്. അവൾ വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു, അവളുടെ ഫസ്റ്റ് ഡേയും കൂടിയാണ്. അങ്ങനെ ചോറ് കൊടുക്കുന്നതിൻ്റെ വീഡിയോസൊക്കെയാണ് ഈ കാണുന്നത്. എന്തായാലും എന്താ പറയുക, ഈ ഒരു മൊമെൻറ്റിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മൾ ഒരുപാട് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങൾ ഈ സിറ്റുവേഷൻ പോലെ ഞങ്ങൾക്കത് എന്താ പറയുക മെമ്മറബിൾ ആക്കാൻ പറ്റിയതിൽ ഹാപ്പിനെസ് ഉണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയൊക്കെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു, പായസമൊക്കെ കുടിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ.